നമ്മൾ ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും 15 പ്രതികൾക്കും വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ചരിത്രവിധി. PFI SDPI പ്രവർത്തകരായ 14 പ്രതികളുടെ വധശിക്ഷയാണ് നിലവിൽ വിധിച്ചിട്ടുള്ളത്. കോടതിയിൽ ഹാജരാകാതിരുന്ന 10ാം പ്രതിയുടെ ശിക്ഷ പിന്നീട് വിധിക്കും. എസ് രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, നമ്മൾ പോലീസിന്റെയും പ്രോസിക്യൂട്ടറുടെയും കുടുംബത്തിന്റെയും പ്രതികരണം കേട്ടുകഴിഞ്ഞു. എല്ലാവരും ഒരുപോലെ ഒരേ ശബ്ദത്തിൽ കോടതിയോടുള്ള നന്ദിയും എല്ലാ തെളിവുകളും എത്തിക്കാനായതിന്റെ ആത്മവിശ്വാസവുമാണ് പ്രകടിപ്പിച്ചത്. ഈ 10ാം പ്രതിയുടെ കാര്യത്തിൽ എന്താണ് ക്ലാരിറ്റി വരാനുള്ളത്? ആശുപത്രിയിൽ ചികിത്സയിലാണോ? പ്രതികൾക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രോസിക്യൂഷൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ കൂടി ദൃഷ്ടാന്തമാണ് ഈ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ 15 പ്രതികളുടെയും കാര്യത്തിൽ ഇനി അത് ഹൈക്കോടതിയിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ കൺഫർമേഷൻ വരേണ്ടതായിട്ടുമുണ്ട്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം 1000-ഓളം തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ കഴിഞ്ഞു. രേഖകളായും തൊണ്ടിമുതലായും ഒക്കെ അത് സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഈ ഒരു ക്രൂര കൃത്യത്തിലേക്ക് പോകുന്നു എന്ന ഒരു കാര്യം അത് പ്രോസിക്യൂഷന് വളരെ കൃത്യമായി തന്നെ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രോസിക്യൂട്ടർ അടക്കം സംസാരിച്ചത് ഈ 14 പ്രതികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ 10ാം പ്രതിക്കും കൂടി ഇത് ബാധകമാണ് എന്നാണ് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ വ്യക്തമാക്കിയത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ 2019 ഡിസംബർ 21-നാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അതായത് നന്ദു കൃഷ്ണയുടെ കൊലപാതകം വയലാറിൽ ഉണ്ടായപ്പോൾ തന്നെ ഒരു റിട്ടാലിയേഷൻ SDPI പ്രതീക്ഷിക്കുകയും അങ്ങനെ ഉണ്ടായാൽ അതിന് തിരിച്ചടി നൽകേണ്ടത് തിരിച്ചൊരു കൊലപാതകത്തിലൂടെയാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്നതാണ് പറയുന്നത്. ആ ഹിറ്റ് ലിസ്റ്റിന്റെ കാര്യം പ്രോസിക്യൂഷന് കൃത്യമായി കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ ഫോണിൽ നിന്നടക്കം അത് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇത് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി അവരുടെ വിവിധ കേസുകളിൽ ഈ ഹിറ്റ് ലിസ്റ്റിന്റെ കാര്യം സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. PFIയുടെ നിരോധനത്തിലേക്കടക്കം ഈ കാര്യങ്ങൾ ഈ പല കേസുകളും ആ നിരോധനത്തേക്കടക്കം വഴിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കോടതി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുപ്രധാനമായൊരു വിധിയാണ്. കാരണം 15 പേരും കുറ്റക്കാരാണെന്ന് ആദ്യം കണ്ടെത്തുന്നു. അത് വളരെ സുപ്രധാനമായൊരു നേട്ടമാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം. ഈ 15 പേർക്കും വധശിക്ഷ വിധിക്കുന്നു. അതും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഇതിൽ CCTV ദൃശ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ തെളിവായി സമർപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫോൺ കോൾ രേഖകൾ, മാത്രമല്ല ഇവർ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങൾ, ആലപ്പുഴയിലെ വിവിധ ഇടങ്ങളിലാണ് ഗൂഢാലോചന നടത്തിയത്. അതിന് ആദ്യഘട്ടത്തിൽ ഇവർ ഈ കൊലപാതകത്തിനായി എത്തിയിരുന്നു. ആ കാര്യങ്ങൾ ശേഖരിച്ചു. പിന്നീട് ആ സമയത്ത് ആ വഴിയിലൂടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായതൊരു പശ്ചാത്തലത്തിലാണ് പിന്നീട് രാവിലെ 6 മണിയോടുകൂടി ഈ അക്രമി സംഘം അവിടേക്ക് വന്നത്. ഇതിൻ്റെ ഒക്കെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഇതിൽ സാക്ഷികൾ, കാരണം ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ഇവർ കൊലപ്പെടുത്തിയത്. രീതിയിൽ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും പിഞ്ചുമകളുടെയും സഹോദരന്റെയും മുന്നിൽ വെച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി ഈ 15 പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്.